വയനാട് ദുരന്തം അത് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. ഈ വയനാട് ദുരന്തത്തിൽ ഈ ദുരന്തമുഖത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ടോ സാർ? അതായത് ഈ സന്നദ്ധ സംഘടനകളും NDRF മിലിറ്ററിയും എല്ലാവരും അവിടെ ഒരു മനുഷ്യത്വമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ആ മനുഷ്യത്വത്തിനപ്പുറം DYFIക്കാർക്ക് കുറച്ച് കൂടുതൽ പ്രചാരണം, അവരാണ് ദുരന്തമുഖത്ത് സഹായിച്ചത്, അവരാണ് ദുരന്തമുഖത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന തരത്തിലൊരു പ്രചാരണം വരുന്നു. അപ്പോൾ ഈ ആർമിയും NDRFും ഈ സന്നദ്ധ സംഘടനകളും ഒക്കെ അവിടെ കാഴ്ചക്കാരായിരുന്നു. നമ്മൾ ഇന്നലെ ദേശാഭിമാനിയിൽ കണ്ടതാണല്ലോ, അവരവർ വന്ന് അവിടെ DYFIക്കാരും ആർമിക്കാരും പ്രശംസിച്ചു എന്ന് പറഞ്ഞാൽ അവരെ തോളിൽ തട്ടി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ആര് കണ്ടു എന്ന് അറിഞ്ഞുകൂടെ, ആര് പറഞ്ഞു എന്ന് അറിഞ്ഞുകൂടെ അതിനെ പറ്റി. പക്ഷെ അതല്ല എൻ്റെ ഒരു കാര്യം. മെയിനായിട്ട് ഇവർക്ക് പ്രോബ്ലം എന്താണ്, അവിടെ സേവാഭാരതി ഇവരെക്കാട്ടും മുമ്പ് ഇറങ്ങി പണി തുടങ്ങി. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. സേവാഭാരതി കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞ സേവാഭാരതി ആംബുലൻസ് കണ്ടാൽ മതി, അപ്പോഴേക്കും ഇവർക്ക് ടെൻഷനാവും DYFIക്കാർക്ക്. ഈ പറഞ്ഞ മാതിരി ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ ആദ്യം 2-3 സ്റ്റേജ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് റെസ്ക്യൂ എന്ന് പറയും. നമ്മൾ എന്നാലും രക്ഷപ്പെടുത്താൻ നോക്കാം പറ്റുന്നത്ര. ഇപ്പം നമ്മൾ ഈ അർജുൻ്റെ കേസൊക്കെ മറന്നുകൂട്ടെ എല്ലാവരും. ആർക്കിപ്പോൾ അർജുൻ എവിടെയാണ് പാവം അവിടെ കിടക്കണമെന്ന് ഒരാൾക്കുമില്ല, അല്ലെങ്കിൽ അവിടെ തന്നെയായിരുന്നു എല്ലാ ചാനലുകളും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റിലീഫാണ് വരെ. ദാറ്റ് ഈസ് ആ രക്ഷിച്ചവരെ കൊണ്ട് അവിടെ ഓരോ ക്യാമ്പിൽ കൊണ്ട് താമസിപ്പിക്കുക, അവിടെ ഈ കിട്ടിയ ശവങ്ങളെല്ലാം ദഹിപ്പിക്കുക, അതെല്ലാം അങ്ങനത്തെ ഓരോ പരിപാടികളുണ്ടാവും. അതുണ്ടാവും, അത് നടന്നുകൊണ്ടിരിക്കും. ലാസ്റ്റാണ് റീഹാബിലിറ്റേഷൻ. എന്നാൽ ഈ രക്ഷിച്ച ആൾക്കാരെ പിന്നെ അവരുടെ ജീവിതം അവർക്ക് മുമ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ ചെയ്യാതെ. ഇത് 3 സ്റ്റേജ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജാണ് ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കുള്ള സ്റ്റേജ്. ഏത് ആർക്കും രാഹുൽ ഗാന്ധി വന്നില്ല. രാഹുൽ ഗാന്ധി വന്നിട്ട് എന്താ ചെയ്ത്, അവിടെ കയറി ഇന്ന് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങോട്ടും കൂടെ നടന്നു, ആ പാലത്തിൻ്റെ അപ്പോൾ ഇതിൽ കൂടെ. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു. ആ കാറിൽ കയറുന്നു പോയി. അപ്പോൾ അതിന് കുറേ പേര് കയറി തലപിടിക്കാൻ പോയി, അങ്ങനെയായിട്ട് എന്തിനാ നീ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റാത്ത കാരാണെന്ന്. അതൊക്കെ നടന്നു. ഇപ്പോൾ കുറേ പേര് ഇതും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പ്രധാനമന്ത്രി മോദി വരാണ്ടിരുന്നത്, എന്താ അമിത്ഷാ വരാണ്ടിരുന്നത്. പ്രധാനമന്ത്രി മോദി വന്നു കഴിഞ്ഞാൽ അന്ന് അവിടെ ഒന്നും നടക്കില്ല. അന്ന് അവിടുത്തെ എല്ലാ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും. ബിക്കോസ് സെക്യൂരിറ്റിയാണ് മെയിൻ ഇഷ്യൂ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിക്കിട്ട ഹെലിപാഡ് ഉണ്ടാക്കണം, ബാക്കി പരിപാടികളുണ്ട്. ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഓൾമോസ്റ്റ് 2-3 മണിക്കൂർ വരെ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയില്ല. കുറേ ദൂരത്തുള്ള സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പ്രോപ്പർ അവിടെ വന്ന് രാഹുൽ ഗാന്ധി വന്ന് ഇറങ്ങിയ സ്ഥലത്തെല്ലാം പോലീസുകാർ അങ്ങോട്ട് ഓടി നടക്കുകയാണ്. ഇതാണ് ഇന്നത്തെ പ്രോബ്ലം. ഈ DYFIക്കാർക്ക് അവർക്ക് മെഡൽ അടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് എന്തായാലും കിട്ടുക. പിന്നെ അവർക്ക് ജയ് പാടാനുള്ള, അവർക്ക് ഭജന പാടാനുള്ള കുറേ ന്യൂസ് ചാനലുകളും ഈ പറഞ്ഞ മാതിരി പത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഓൺ ഗ്രൗണ്ട്. നമ്മൾ 2018 കണ്ടു ഓൺ ഗ്രൗണ്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് അറിയേണ്ടത്. ഓൺ ഗ്രൗണ്ട് ആരാണ് ചെയ്യുക, അതിനാണ് നമ്മൾ നോക്കി അവരാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് ആ കാര്യത്തിൽ നമുക്ക് അറിയാം 2018 എന്താ നടന്നത്, ആരെന്ത് ചെയ്തു എന്നൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. ഈ പറഞ്ഞ മാതിരി ഇവർക്ക് ആർക്കെങ്കിലും ഹെലികോപ്റ്റർ പഠിപ്പിക്കാൻ പറ്റുമോ? ഇവരാണോ അവിടെ ഹെലികോപ്റ്റർ ഇവിടെ നിറക്കിയത്? ഇവരാണോ ബെയിലി പാലം പണിതത്? ഇതൊക്കെയാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. സാർ, ഈ ദുരന്തം തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ദുരന്തമുഖത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. അവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. അവിടെ വേണ്ടത് നമ്മൾ ആ അവസരത്തെ നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക, നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ട്രെയിൻഡായിട്ട് വന്ന ആർമി പ്രവർത്തകർ, സാർ നേരത്തെ പറഞ്ഞതുപോലെ, അവർ ചെയ്തതൊന്നും ഒരുപക്ഷെ ഈ സന്നദ്ധ സംഘടനകൾക്കോ ഈ ഇപ്പോൾ സേവാഭാരതിയോ DYFIയോ ആരോ ആകട്ടെ അവർക്ക് ആർക്കും കഴിയണമെന്നില്ല. പക്ഷേ അവർക്കൊപ്പം നിന്ന് സഹായിക്കാൻ കഴിയും. നമ്മൾ അവരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ടല്ലേ പോകേണ്ടത്? ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഫസ്റ്റ് ഒരു റിലീഫ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യത്തെ റെസ്ക്യൂ വരുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. അത് NDRF ആവാം, സൈന്യമാവാം, സൈന്യത്തിൽ തന്നെ മിലിറ്ററി ആവാം, എയർഫോഴ്സ് ആവാം, എഞ്ചിനീയറിംഗ് ഡിവിഷൻ ആവാം, കേരള ഫയർഫോഴ്സ് ആവാം. ഇവർക്ക് ആർക്കും ചെയ്യാൻ പറ്റും. നമ്മളന്ന് കണ്ടു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിനെ കൊണ്ടുവന്ന് സ്നിഫർ ഡോഗ്സ് എന്ന് പറയാറില്ല. അത് ഇവൻ ഈ ഭൂകമ്പം നടന്ന സ്ഥലത്തും ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു റിലീഫ് പാർട്ട് അവിടെ നിന്നും ഇവർ കയറി ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന ഒരു പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ കയറി ചെല്ലുമ്പോൾ ഈ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇന്റർഫിയർ ചെയ്ത് പോകും. അവർക്ക് നമ്മൾ കണ്ടിരുന്നു കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈവൻ ആദ്യം ദുരന്തം നടന്ന ഫസ്റ്റ് 2 നാൾ തന്നെ ആംബുലൻസ് വരാൻ നമുക്ക് വഴി ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ആൾക്കാർ വണ്ടി കൊണ്ടിട്ട് എന്താ നടക്കണേന്ന് കാണാൻ വന്ന് കുറേ പേരുണ്ടായിരുന്നു. സഹായിക്കണമെന്ന് വെച്ച് വന്നായിരിക്കട്ടെ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഈ സഹായം എന്ത് പറ്റുന്ന തടസ്സമായി മാറും അവസാനം. അതാണ് നടക്കുക. നിങ്ങൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ ആരെയും കണ്ടുപോകരുത്. അതാണ് അതിൻ്റെ മെയിനായിട്ട്. ഇൻഫാക്ട് നമ്മൾ ശിരൂർ കണ്ടിരുന്നു.
നമ്മുടെ ടെലിവിഷൻ ചാനലിൽ കുറച്ച് പേര് പോയി അവിടെ പോയിട്ട് അടി ഉണ്ടാക്കി വെറുതെ കളക്ടറെ തെറി വിളിച്ച് പറഞ്ഞു, പോലീസുകാരെ എന്തൊക്കെ പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? അവരെല്ലാവരും പിടിച്ചുകൊണ്ട് പുറത്തേക്കാക്കി. ആർമി പറഞ്ഞു നിങ്ങൾ ഒറ്റ ആളെ കണ്ടുപോയിരുന്നു. ഇതാണ് എൻ്റെ നമ്മുടെ അവിടെ നമ്മൾ ഇസ്രായേലിക്കാരെ കണ്ടുപിടിക്കുന്നത് ആ കാര്യത്തിൽ. അവർക്കൊരു ഡ്രില്ലുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് അവര് ഇറാനിലെ അവരൊരു ഈ പറഞ്ഞ മാതിരി ഹമാസിന്റെ ഒരു നേതാവിനെ സീനിയർ നമ്പർ 2 കൊന്നപ്പോൾ നെക്സ്റ്റ് ഡേന് ഇസ്രായേലിൽ ഡ്രില്ലുണ്ടായിരുന്നു. അതിൽ ശരിക്കും ആൾക്കാരിങ്ങനെ ബോംബ് വന്ന് വീണു, ആൾക്കാരിങ്ങനെ ഇഞ്ചേർഡായി, കുറെ കെച്ചപ്പൊക്കെ ഒഴിച്ച് കുറെ ആൾക്കാർക്ക് ശബ്ദം ഉണ്ടാക്കലും അതും ഇതും ആംബുലൻസ് വരും, അതൊക്കെ ഒരു ഡ്രില്ലുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. ജപ്പാനിൽ കണ്ടുപിടിക്കും. ജപ്പാനിൽ എപ്പോഴും ഭൂകമ്പം വന്നിട്ടിരിക്കും. അവർക്ക് റെഗുലർ ഫീച്ചറാണ്. അങ്ങനത്തെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐലൻഡാണ് ജപ്പാൻ. പക്ഷെ അവിടെ ചെറുപ്പം തൊട്ട് തന്നെ സ്കൂൾ തൊട്ട് തന്നെ പഠിപ്പിക്കും എന്താണ് ചെയ്യുക, ഒരു ഭൂകമ്പം വന്നാൽ എങ്ങനെയാണ്, എവിടെ പോയി നിൽക്കേണ്ട, എവിടെ ഏത് ബെഞ്ചിന്റെ അടിയിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒരു കോർണറിൽ പോയി നിൽക്കണം, അത് കഴിഞ്ഞ് എവാക്യുവേഷൻ എങ്ങനെ ചെയ്യേണ്ടത്, ഒരു ഡ്രിൽ ഉണ്ട് അവർക്ക്. നമ്മുടെ ചില കമ്പനികളൊക്കെ ഫയർ ഡ്രിൽ എന്ന് പറയും, റെഗുലറായിട്ട് കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ചെയ്ത് കാണിച്ചിരുന്നു. നമ്മുടെ അവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ അവിടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം, ഈ പറഞ്ഞ മാതിരി മെഡൽ വാങ്ങാൻ വേണ്ടി മാത്രം കുറച്ച് മുമ്പിൽ കുറച്ച് പേര് വന്നു. ഞാൻ ഇന്നലെയും ഞാൻ ചോദിച്ചത്, കുറെ പേര് ഈ സഹായത്തിന് വേണ്ടി കാശ് കൊടുക്കാൻ പോകും, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, അവർ ഇതിന്റെ ഫോട്ടോഗ്രാഫിയൊക്കെ നിങ്ങൾ എടുക്കും. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോയി മിണ്ടാണ്ട് ചെയ്തിട്ട് പോരും. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, ചിലർ അതിനു വേണ്ടിയാണ് പോണത്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വേറെ കളക്ടറിന്റെ കൂടെ ഫോട്ടോ അല്ലെങ്കിൽ DIGയുടെ കൂടെ ഫോട്ടോ, ഇവരിതിന്റെ ആവശ്യമില്ല. നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അതിനെപ്പറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അതുപോലെ വേറെ കാര്യം. അതാണ് DYFIയുടെ കേസിൽ ഉണ്ടാവുന്നത്. അവർക്ക് ഈ പറഞ്ഞ മാതിരി അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളാണ് എല്ലാം ചെയ്തത്. അപ്പൊ ശരി, നാളെ വേറൊരു ഭൂകമ്പം വരുമ്പോൾ ഇവരെ ആദ്യം ആർമി എയർഫോഴ്സ് ഒന്ന് പോട്ടെ, ഇവർ ചെയ്യട്ടെ ആദ്യം തന്നെ. അവരെ കൊണ്ട് ഇവർ ഈ പറഞ്ഞ മാതിരി ക്യാമറക്കാരെ കൂടെ കൊണ്ട് നടക്കുകയാണ്. രാഹുൽ ഗാന്ധി അന്ന് ചെയ്ത മാതിരി ക്യാമറക്കാരെ കൂടെ. ആ കൊറിയ തന്നു വന്നപ്പോൾ കേന്ദ്രമന്ത്രി ഒരാളങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നില്ല. അങ്ങേരെ കാര്യം ചെയ്തു. അങ്ങേരെ അവിടെ ഒരു സൈഡിൽ നിന്ന് ഈ പറഞ്ഞ 150 രൂപയുടെ റെയിൻ കോട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അതാണ് വേണ്ടത്. നമുക്കൊരു ദുരന്തം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിൽ ഞാൻ സംഘിന്റെ ആൾക്കാരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പോഴും മാത്രമല്ല, ഏത് ആക്സിഡന്റ്, ഏത് വെള്ളപ്പൊക്കം, ഏത് ഭൂമിക്കുണ്ടായ എന്തുണ്ടായാലും, സൈക്ലോൺ വന്നാലും അവിടെ സംഘിന്റെ ആൾക്കാരെ കാണും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആന്ധ്രയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, കുറെ സ്ഥലത്ത് ഇവർ വന്ന് വരയ്ക്കും. അവരെങ്ങനെയാണെന്ന് അവർക്ക് പബ്ലിസിറ്റി, അവർ വരും, അവർ പണി ചെയ്യും, അവർ പോകും. അങ്ങനെയാണ് അവർ. അത് സേവാഭാരതി അവരൊരു ആമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാതെ. ഈ പറഞ്ഞ മാതിരി ഇവര് മെഡൽ വാങ്ങാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്നിന്ന് ഞാനാ ചെയ്തതല്ല, എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ പത്രത്തിലോ ഞങ്ങളുടെ TV ചാനലിലോ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മാറ്റി നിർത്തണമാണ്. ഇങ്ങനത്തെ ആൾക്കാർ വേണ്ട. പക്ഷെ ഈ പറഞ്ഞ മാതിരി സർക്കാരും ഈ എല്ലാ പോലീസ് സിസ്റ്റവും ഇവരെല്ലാം കൂടിയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണല്ലോ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മെഡൽ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കൈയടി കിട്ടാൻ വേണ്ടി ചെയ്യണമെങ്കിൽ ചെയ്തോളാം. ആർക്കും അതിനുള്ള ഒരു ഇതില്ല. പിന്നെ വന്ന് പറയരുത് രാഷ്ട്രീയം കലക്കാൻ പാടില്ല, രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പൊ മോഹൻലാൽ വന്നാലും, മേജർ രവി വന്നാലും, സുരേഷ് ഗോപി വന്നാലും, രാഹുൽ ഗാന്ധി വന്നാലും, ആര് പണി വന്ന് പോട്ടെ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി അല്ല അവിടെ വരേണ്ടത്. ആരായാലും, അത് ഈവൻ DYFIക്കാരായാലും സേവാഭാരതി ആരായാലും, അവരവരുടെ പണി ചെയ്യാൻ അവർ പോകും. അല്ലാണ്ട് അവരുടെ പത്രത്തിൽ കയറി ഞങ്ങളും ചെയ്തു എന്ന് പറയാം, പക്ഷെ ഞങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളത്, അതാണ് അവിടെ ശരിക്കും ഒരു എന്താ പറയാ ഒരു ഡൈക്കോട്ടമി വരുന്നത്. ഇവർ മാത്രമേ, ബാക്കി എല്ലാവരും ചെയ്തു, അതിൽ അവരും ഉണ്ടായിരുന്നു, എല്ലാവരും പങ്കുണ്ടായിരുന്നു എന്നുള്ളത്. അതാണ് വേണ്ടത്, ആ സ്പിരിറ്റ് വേണം. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഞങ്ങള് ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നപ്പോ പിന്നെ നിങ്ങൾ എന്തായാലും പറയും ഞാൻ തന്നെ ചെയ്ത, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഇവൻ ആർമിക്കാർ ഇറങ്ങിയില്ല, ഞങ്ങളാണ് ഇറങ്ങിയെന്നുള്ള ഒരു തോട്ട് പ്രോസസ് അവർക്കുണ്ട്. ഇതാണ് അവർക്ക് വേണ്ടത് കേട്ടോ. നമ്മളവരെ തെറ്റു പറയാൻ പറ്റില്ല. അവർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കണം അവർ. പക്ഷെ ഈ പറഞ്ഞാൽ ഞാനിത് അന്യനാട്ടിലും കണ്ടിട്ടുണ്ട്. ദുരന്തം നടന്നിട്ട് കുറെ ആക്സിഡന്റും കുറെ സൈക്ലോൺ നടന്നിട്ടുള്ള സ്ഥലമൊക്കെയാണ് ആന്ധ്രയും തെലങ്കാനയൊക്കെ. പക്ഷെ അവിടെ ഈവൻ ഒഡീസ. പക്ഷെ അവിടെ നമ്മൾ ക്രെഡിറ്റ് അടിക്കുന്ന ആരും കണ്ടിട്ടില്ല കേട്ടോ. അവർ വരും, അവർ ജോലി ചെയ്യും, അവർ പോകും. സ്പെഷ്യലി NDRFും SDRFും ഈ പറഞ്ഞ ട്രെയിൻ പ്രൊഫഷണൽ ടീംസാണ്. അതേമാതിരി സൈക്ലോണിലുള്ള എവാക്യുവേഷൻ, ഒറീസയിൽ നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം ഒരു 5-6 കൊല്ലം സൈക്ലോൺ വന്നപ്പോൾ കുറെ പേര് മരിച്ചിട്ടുണ്ട്. പക്ഷെ അതേമാതിരി സൈക്ലോൺ, അതിനേക്കാളും ഇമ്പാക്ട് കൂടി സൈക്ലോൺ വന്നപ്പോൾ 2 കൊല്ലം മുമ്പ് ഒരാളാണ് മരിച്ചത്. അതെന്തായാലും ഒരു എവാക്യുവേഷൻ പ്ലാൻ ഉണ്ടായിരുന്നു കയ്യിൽ. പക്ഷെ നമ്മുടെ അവിടെ പ്ലാൻ ഇല്ല. ഒരു ഉരുൾപൊട്ടിയ എന്താ ചെയ്യണ്ടേ, അതിലൊരു പ്ലാൻ ഇല്ല. അപ്പോഴാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ മാതിരി ക്യാമറയും കൊണ്ട് കുറെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അത് പ്രിന്റ് ചെയ്ത് പേരൊക്കെ അടിച്ച് എന്നിട്ട് വന്നിട്ട് ഇവരോരോ പണി ചെയ്യും. ഇതിലാണ് നിർത്തിവെക്കുന്നത്. ഇവരൊക്കെ നിങ്ങൾ പണിയെടുക്കണേ വരിക, നിങ്ങൾ ഈ ടീഷർട്ട് ഇട്ടിട്ടും ഈ പേരുകൾ എഴുതിയിട്ടും പിന്നെ പറഞ്ഞ ടെലിവിഷൻ ഇന്റർവ്യൂ കൊടുത്ത് ഞങ്ങളാണ് എല്ലാ രക്ഷപ്രവർത്തനം. എന്നാൽ ശരി, നിങ്ങളൊരു കാര്യം ചെയ്യപ്പ,
ആ അർജുൻ അവിടെ മുങ്ങി കിടക്കുന്നില്ല, അവിടെ നിങ്ങൾ പോയി അവരെ അങ്ങേരെ രക്ഷപ്പെടുത്തും, ആ പയ്യനെ രക്ഷപ്പെടുത്തും, ആരെങ്കിലും പോയിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കണ്ട. അവിടെ ക്യാമറ ഒന്നും ഇല്ല, അതാണ് പ്രോബ്ലം. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇവർ പോവില്ല. ഇതൊരു വൾച്ചർ ടൂറിസം എന്ന് പറയും ഇംഗ്ലീഷിൽ, അതാണ് നടക്കുന്നതാണ്. സർ, അതുപോലെ തന്നെ ഈ ദേശാഭിമാനി പോലുള്ള ഒരു പത്രം, അത് സർക്കാർ സംവിധാനങ്ങളാണ് ഇത്തരം ദുരന്തമുഖത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, സർക്കാർ സംവിധാനങ്ങളാണ്. അവരുടെ തന്നെ ഒരു സംഘടനയായ DYFI കുറിച്ച് അവർ തന്നെ ഇങ്ങനെ പോഴ്ത്തി പത്രത്തിൽ എഴുതുമ്പോൾ അത് അവിടെ സഹായത്തിന് എത്തിയവർക്ക് അവരെ കൂടെ ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അപ്പം ഞങ്ങളൊന്നും ചെയ്തില്ലേ, ഇനി ഞങ്ങൾ എന്ത് ചെയ്താലും നാളെ പേര് മൊത്തവും അവർക്കാണ് എന്നുള്ള ഒരു ചിന്ത ഈ സാധാരണ മനുഷ്യർക്ക്, സന്നദ്ധ പ്രവർത്തകർക്കല്ല, സാധാരണ രക്ഷപ്പെടുത്താനായി അല്ലെങ്കിൽ ദുരന്തമുഖത്ത് വരുന്നവർക്ക് തോന്നാനൊരു കാരണമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് മെഡൽ വാങ്ങാൻ വരണല്ലോ, അതാണ് പ്രോബ്ലം. ഇവർക്ക് ക്രെഡിറ്റ് വേണം. പേപ്പറുണ്ട്, ടെലിവിഷൻ ചാനൽ എല്ലാം കൂടിയാണ് വരണേ, ഇവർ മാത്രമല്ല വരുന്നത്. ഇപ്പൊ ഞാൻ അന്ന് ധനുഷിന്റെ അടുത്തും പറയുന്നത്, ഇതൊരു നല്ലൊരു കഥ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മീഡിയയിലൊക്കെ വളരെ ഇംഗ്ലീഷ് മീഡിയയിൽ നാഷണൽ ലെവലിൽ പോയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അന്ന് ആ ദുരന്തം നടന്ന ദിവസം രാത്രി ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും കൂടി ഒരു കാട്ടിൽ പോയി മുകളിൽ അവിടെ ഒരു കുന്നിന്റെ മുകളിൽ പോയിരുന്നപ്പോ തൊട്ടടുത്ത് ഒരു ആനയുടെ ഒരു 3-4 ആന വന്ന് നിന്നു രാത്രി മുഴുവൻ, ഒന്നും ചെയ്തില്ല. അതൊരു വലിയൊരു സ്റ്റോറി ആയിരുന്നു തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യർ മാത്രമല്ല, ഈവൻ മൃഗങ്ങൾക്ക് വന്ന് എന്താ നടന്നതെന്നുള്ള അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അന്ന് ആ സ്റ്റോറി ഒന്നും ആരും അധികം നമ്മുടെ നാട്ടിലേക്കാണ് അവിടെ ക്യാരി ചെയ്തോണ്ട്. പക്ഷെ ആന രാത്രി കരഞ്ഞു, എങ്ങനെ രാത്രി കരഞ്ഞ, ആന എങ്ങനെ കരഞ്ഞ രാത്രി കണ്ടത്, ആനയുടെ കണ്ണിൽ വെള്ളം വന്നു. സ്റ്റോറി ശരിക്കും വായിച്ചിട്ടില്ല, അവര് കാലത്താണ് പറഞ്ഞത്. കാലത്ത് ഈ പറഞ്ഞ മാതിരി കാലത്തായപ്പോ ആനയുടെ കണ്ണിൽ നോക്കിയപ്പോ അത് നാച്ചുറൽ റിയാക്ഷൻ ആണത്. അത് മൃഗത്തിനായാലും മനുഷ്യനായാലും ആ ഒരു ഇമ്പാക്ട് ഉണ്ട്. ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ അത് നമുക്ക് പഠിച്ചു വരാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇവർക്ക് അതൊന്നും ബാധകമല്ല. ഇവർക്ക് ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും ഒരു പബ്ലിസിറ്റി കിട്ടുക, 4 പേരെ പൊക്കി കൊണ്ടുപോവുക, അപ്പൊ ക്യാമറ ഓൺ ചെയ്യുക, അത് കഴിഞ്ഞ് അവനവിടെ വലിച്ചറിഞ്ഞ് പോകും, പിന്നെ നീ പോയി നിന്റെ പണിയായി എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ഒരു ബേസിക് ഫിലോസഫി. ഇതാണ്. അത് അടിയുണ്ടാക്കുന്ന സ്ഥലത്തായാലും ഈ പറഞ്ഞ മാതിരി രക്ഷാപ്രവർത്തനം ആയാലും എല്ലാ സ്ഥലത്തും ക്യാമറ ഉള്ളവരെ എല്ലാവരും ഉണ്ടാവും. ക്യാമറ പോയി കഴിഞ്ഞാൽ ഒറ്റ കാണില്ല. തീർച്ചയായിട്ടും സർ, അതായത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയം കലർത്തേണ്ടതല്ല ഒരിക്കലും. അതൊരു ദുരന്തമുഖത്ത് എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ മെയ്യോടെ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഈ സംഘടനകൾക്കോ അല്ലെങ്കിൽ ഇത്തരം ഈ പേരെടുക്കാൻ വേണ്ടി ക്യാമറ വരുമ്പോഴും മെഡൽ വാങ്ങാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് ഇനിയെങ്കിലും DYFI തിരിച്ചറിയണ്ടേ? അറിയണം. അതാ. പക്ഷെ നമ്മുടെ നാട്ടിലെ കഷ്ടം എന്താ അറിയാം, ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്യനാട്ടിൽ താമസിക്കാൻ, എനിക്ക് ഇതിനെ പറ്റി ഒരു ധാരണയുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും രാഷ്ട്രീയമാണ്, എല്ലാത്തിനും. അതൊരു ബസ് സ്റ്റാൻഡ് ഇനോഗ്രേഷൻ തൊട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഭൂകമ്പം വന്നാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉരുൾപൊട്ടിയാലോ എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലൊരു കാര്യം പറയുന്നിടത്ത് ഒന്നുമില്ല, എല്ലാത്തിലും ഉണ്ടാവും. ചെറിയൊരു ഈ പറഞ്ഞ മാതിരി ഒരു പാലം ഇനോഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് മാസങ്ങളായി അവിടെ കിടക്കും. ബിക്കോസ് മന്ത്രിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പുരാമത്ത് മന്ത്രിക്കോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി മുഖ്യമന്ത്രിക്കോ ഡിസ്ട്രിക്ട് കളക്ടർ ആർക്കും സമയം കിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്റർ വരണം, അങ്ങേര് വന്ന് ഇനോഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ പാലം അവിടെ കിടക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ രാഷ്ട്രീയം എടുത്തിടും. ഞാൻ പറയും, ഇന്നലെ ഇവിടെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി US പോയിട്ട് വലിയൊരു ഡീൽ സൈൻ ചെയ്തു. കോഗ്നിസന്റ് എന്നൊരു കമ്പനിയുടെ ഓൾറെഡി അവർക്ക് ഹൈദരാബാദിൽ വലിയൊരു ഓപ്പറേഷൻ, ഇനിയും ഒരു 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് അങ്ങാണ്ട് അവർക്ക് അഡീഷണൽ ആയിട്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ശരി ദുരന്തം നടന്ന ഈ സമയത്തൊന്നും വേണ്ട, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോണെന്നുള്ള ക്വസ്റ്റനാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങളിത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണത്? ഈ പറഞ്ഞ ഈ ദുരന്തഭൂമിയിൽ പെട്ടുന്ന ആൾക്കാരെ നാളെ റീഹാബിലിറ്റേഷനാണ് 4ാമത്തെ പരിപാടി. എങ്ങനെയാണ് ഈ റീഹാബിലിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ പോണത്? പ്ലാൻ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ദുരന്തം നടക്കുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആളാകുന്നവർ ഈ ദുരന്തം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് ഇവരൊക്കെ സഹായത്തിനെത്തുമോ? അപ്പോഴല്ലേ സാർ അതൊരു മനുഷ്യത്വമാകുന്നത്, അത് ആ സമയത്തുള്ള ഒരു പ്രവർത്തനമാകുന്നത് അപ്പോഴല്ലേ? അപ്പൊ ക്യാമറ ഉണ്ടാവില്ലല്ലോ, അതാ പ്രോബ്ലം. ആ സമയത്ത് TV-ക്കാരും ഉണ്ടാവില്ല. ഈ പറഞ്ഞ മാതിരി പാവം അർജുനെ വിട്ടമാതിരി അവിടെ ഇട്ടിട്ട് പോരുവാന്. ഇത് 2 മാസം 1 മാസം മതി. 1 മാസം കഴിഞ്ഞാൽ ഈ ബ്രേക്കിംഗ് ന്യൂസും ഞങ്ങളുടെ ടീമാണ് ആദ്യം അവിടെ എത്തിയത്, ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഞങ്ങളുടെ ടീമാണ് ആര്, നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബ്രേക്കിംഗ് ന്യൂസ് വേണം, TRP വേണം. ഇതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ആ TRPയിൽ കയറാൻ വേണ്ടി ഇങ്ങനത്തെ കളിക്കാൻ കുറെ പാർട്ടികളും ഉണ്ടാവും. അത് രാഷ്ട്രീയം പറഞ്ഞാൽ അതിനുള്ളിൽ കയറി കളിക്കാനുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇന്ന് വരെ ഞാൻ
ഈ സേവാഭാരതിയുടെ പേര് കണ്ടേക്കുന്നത് ഒറ്റ ചാനലിൽ മാത്രമേ ഉള്ളൂ, ജനം ടി വിയിലാണ്. അത് ഓബ്വിയസ് ആണ്. പക്ഷെ വേറെ ഒറ്റ ചാനലിലും ഇവരുടെ പേര് പറയുന്നില്ല. അവർക്കൊരു വിഷമം മാതിരി പേര് പറയാൻ. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ പറഞ്ഞ സേവാഭാരതിക്ക് ക്രെഡിറ്റ് കിട്ടുന്നതല്ല പറയണത്. പക്ഷെ അവിടെ സംസ്കാരത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലുത്. പക്ഷെ അവരുടെ പേര് പറയില്ല. അതേസമയത്ത് ഡിവൈഎഫ്ഐയുടെ പേര് പറഞ്ഞാൽ 4-5 ചാനലുകാരൊക്കെ പൊക്കി പറയും. പിന്നെ ദേശാഭിമാനി പറയേണ്ട, പിന്നെ കൈരളി TV അവർക്ക് അതിൻ്റെ കൂടെ എന്തായാലും ഉണ്ടാവുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ ഒരു ഈ പറഞ്ഞ മാതിരി കലാപരിപാടികൾ നടത്താൻ നിർത്തേണ്ട സമയമായി നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ എല്ലാത്തിനോടെ രാഷ്ട്രീയം തൊട്ടാൻ പറഞ്ഞാൽ എല്ലാത്തിനും രാഷ്ട്രീയം പറയണ ഒരു നാടായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദുരന്തമുഖത്ത് നമ്മൾ മനുഷ്യത്വമാണ് കാണിക്കേണ്ടത്, രാഷ്ട്രീയമല്ല എന്ന് ഇനിയെങ്കിലും ഡിവൈഎഫ്ഐ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. അതന്നെ, അതാണ് എനിക്കും പറയാനുള്ളത്. വേറെ ഇതിനെക്കാട്ടും കൂടുതൽ പറയാനില്ല. ഡിവൈഎഫ്ഐ എന്നല്ല, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ യൂത്ത് വിങ് ആയാലും മറ്റവരായാലും, ഞാനവിടെ SDPI-കാരൻ കുറെ പേര് ടീഷർട്ട് ഇട്ട് നടക്കണുണ്ട്. ഇത് അവർ പേര് എഴുതേണ്ട ഒരു ആവശ്യമില്ല. അവർ വന്നു, ഒരു വർക്ക് ചെയ്തവർ പോയി, അത്രേ ഉള്ളൂ. ഇവരാരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല, ആരും ചോദിക്കാൻ പോകുന്നില്ല. എല്ലാവരും സഹായിക്കാൻ വന്നതാണ്. അത്ര മതി. സഹായിക്കാൻ പോവുക, മിണ്ടാണ്ടിരിക്കുക. കുറെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ പബ്ലിസിറ്റി കൊടുക്കാണ്ട്, മുഖ്യമന്ത്രിയോട് ഒരു ഫോട്ടോ എടുക്കാണ്ട്, കൊടുക്കേണ്ട ചെക്ക് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും സാർ, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.